ശ്രീ അബിൻ വർക്കി, ഇവിടെ എല്ലാവരും നന്മയുടെ വെള്ളരിപ്രാക്കളാണ്. 90 വർഷം പഴക്കമുള്ള മലയാള സിനിമയിൽ ചിലരുടെ തിക്താനുഭവങ്ങൾ വെച്ച് അയ്യോ മോശമെന്ന് പറയല്ലേ എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. സുരേഷ് ഗോപി വയ്ക്കുമ്പോൾ സർക്കാരിനെ പഴിക്കാനില്ല, ഞാനിപ്പോൾ സിനിമാ മേഖലയിലില്ല, എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം എനിക്ക് ആരുമായുമില്ല എന്നിങ്ങനെ എല്ലാവർക്കും വല്ലാത്ത ശാന്തത, വല്ലാത്ത പക്വത, വല്ലാത്ത മെച്യൂരിറ്റി, വല്ലാത്ത അവധാനത. പക്ഷെ അബിൻ വർക്കി, ഇവിടെ 233 പേജുകളിൽ കൊടിയ ലൈംഗിക അതിക്രമങ്ങളുടെ, സെക്ഷൽ അസോൾട്ടിന്റെ, വൃത്തികേടുകളുടെ ഒരു നിര മുന്നിൽ വെച്ചാണ് ഈ അവധാനതയും ശാന്തതയും. അബിൻ, അതായത് ഹാഷ്മി, എനിക്ക് നമ്മുടെ ഈ നന്മയുള്ള ലോകമേ കാത്തിരുന്ന് കാണുക എന്നുള്ള ബീജമോ അല്ലെങ്കിൽ തന്നാരെ താനേ 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 എന്നുള്ള ആ ബീജമോ ഏതെങ്കിലും ഒന്ന് ഇവർക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. കാരണം എന്താണെന്നറിയോ, ഇവരെന്ത് തോന്നിവാസമാണ് ഈ ഒരു ചാനൽ ചർച്ച വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് പുറത്തു വിട്ടാൽ നോവുന്നവനങ്ങ് നോവട്ടേന്നേ, ഇതിൽ നടപടി എടുക്കുന്നവനങ്ങ് നോവട്ടേന്നേ. ആർക്കാണ് ഇവിടെ വിഷയം? മടിയിൽ കനവില്ലാത്തവൻ പേടിക്കുന്നത് എന്തിനാ? അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് ഇതിൽ നടപടി എടുക്കണ്ട എന്ന് ഈ ഹേമ കമ്മിറ്റി തന്നെ പറയുന്ന കാരണം എന്താ? അത് ഇതിൻ്റെ 114ാമത്തെ പോയിന്റ്, ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. Even though evidence before us discloses several sexual acts which are committed against women in cinema, mostly constitute various offences under the Indian Penal Code and also fall under definition of the sexual harassment of women at workplace, etc. But the women in cinema who suffer the atrocities prefer to keep silence while thinking about the serious consequences. ഇത് 114ാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുക. 38ാമത്തെ പേജിൽ ഈ ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? മലയാള സിനിമയിൽ നടക്കുന്നത് എന്താണെന്നറിഞ്ഞാൽ, ഇങ്ങനെ ഒരു സെക്ഷൽ അട്രോസിറ്റിയെ പറ്റി പുറത്തു പറഞ്ഞാൽ അവർ നേരിടുന്ന കോൺസിക്വൻസസിനെ കുറിച്ച് അറിഞ്ഞാൽ അവർ പറയാതിരിക്കുന്നതിൻ്റെ ന്യായീകരണമായി ഞാൻ തന്നെ കരുതുകയാണെന്നാണ് ജസ്റ്റിസ് ഹേമ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്ര വലിയ കരാള ഹസ്തമാണ് മലയാള സിനിമയെ പിടിച്ചടക്കിയിരിക്കുന്നത്. എന്നിട്ട് അവരെ പുറത്തു വിടണ്ട എന്ന് ഒരു സർക്കാർ പറയാണ്. ഞാൻ ആരെയും കുറ്റക്കാരനാക്കാനില്ല. സാംസ്കാരിക നായകർ, അയ്യോ എന്ത് സാംസ്കാരിക നായകരാണ്, ഇവരുടെ നന്മയുടെ ലോകം എന്തോരുമാണ്, ഞാൻ അവരെ ഒന്നും ഉപദ്രവിക്കാൻ വന്നില്ല. തോന്നിവാസമല്ലേ? ഇവിടെ CRPCയുടെ സെക്ഷൻ 164 അനുസരിച്ച് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട് എന്നറിഞ്ഞാൽ അത് ജസ്റ്റിസ് ഹേമയാണെങ്കിലും ഈ നാട്ടിലെ ഒരു പൗരനാണെങ്കിലും നടന്നു എന്നറിഞ്ഞാൽ ഇൻഫർമേഷൻ പാസ് ചെയ്ത് അത് FIR ആക്കി രജിസ്റ്റർ ചെയ്ത് കേസെടുപ്പിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ ഹാഷ്മി, ഒരു സ്കൂളിൽ ഒരു കൗൺസിലറുടെ അടുത്ത് ഒരു കുട്ടി വന്ന ഒരു പീഡനത്തിന് ഇരയായി എന്ന് പറയുകയാണ്. ആ കുട്ടിയുടെ ഭാവി ഓർത്ത്, ആ കുട്ടി നേരിടാൻ പോകുന്ന മാനസിക സമ്മർദ്ദം ഓർത്ത് നമ്മളത് പുറത്തു വിടാതെ ചൈൽഡ് ലൈന് കൊടുക്കാതിരുന്നാലുള്ള ബാക്കി പത്രം എന്തോരുമാണ്? ഇനി ഒരു സീരിയൽ ഇവിടെ ഈ ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നുണ്ട്, ഇതിന്റെ ഈ കാലയളവിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായ 2 പേർക്കെതിരായി കിട്ടിയ പരാതി സർക്കാർ അയച്ചു കൊടുത്ത കാര്യം പറയുന്നുണ്ട്. സർക്കാരിന് കിട്ടി. അപ്പൊ ആ സർക്കാരിന് കിട്ടിയ 2 പരാതി ഇത് ഈ മേഖലയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച ഒരു കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തതിലൂടെ സർക്കാർ എന്താ ഉദ്ദേശിക്കുന്നത്? ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പിനും 2 പരാതി കിട്ടി. ആ പരാതി കൂടി ഈ ജസ്റ്റിസ് ഹേമയ്ക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് മറ്റൊരു പ്രൊവിഷൻ ഇല്ല എന്നറിഞ്ഞിട്ടും സർക്കാർ തന്നെ ഒത്തുകളിക്കുകയല്ലേ? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെയുള്ള ആളുകൾ, ഇതൊരു വലിയ രാഷ്ട്രീയ സിനിമ നെക്സസ് ആണ്, മാഫിയയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ആ മാഫിയയിൽ അറിഞ്ഞോ അറിയാതെ പലരും ഭാഗവാക്കാവുകയാണ്. പലർക്കും ഇതിനകത്ത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പലരുടെയും ഓഹരി പലതിലുമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ പീഡകർ പുറത്തു വരണം. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഹാഷ്മി, എന്ന് പറയുന്ന ഒരാളെ പീഡിപ്പിച്ചു, ഏയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യണ്ട. അതിന്റെ കാരണം എന്താ? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും നിയമവ്യവസ്ഥയും അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയുന്നതാണ്. ബിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യേണ്ട എന്ന് ഈ നാട്ടിൽ ആരാ പറയുന്നത്? ബിയുടെ ഐഡന്റിറ്റി പുറത്തു വരണ്ടേ? മീറ്റു ആരോപണം വന്നല്ലോ. മീറ്റു ആരോപണം വന്നപ്പോൾ, ന്യൂയോർക്ക് ടൈംസുമായി ബന്ധപ്പെട്ട് മീറ്റു ആരോപണം വന്നപ്പോൾ 40 കൊല്ലം മുമ്പത്തെ ആരോപണമാണ് കേസായി നിയമ നടപടികളിലേക്ക് പോകുന്നത്. ആ 40 കൊല്ലത്തെ ചരിത്രം ഇവിടെ നിൽക്കുമ്പോൾ കേവലം 5, 8, 10 കൊല്ലത്തെ മുമ്പത്തെ ചരിത്രം ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് ചില ജീവികൾ ഇവിടെ പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും? അതും മാത്രമല്ല, ഇത് അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ 4.5 കൊല്ലമായി ഈ റിപ്പോർട്ട് അറിഞ്ഞുകൊണ്ട് ഒരു നടപടിയും എടുക്കാതെ 4.5 കൊല്ലത്തേട്ട് ഇതൊക്കെ ഈ സിനിമാ മേഖലയിൽ തുടരട്ടെ എന്ന് പറഞ്ഞ സർക്കാരിന്റെ ന്യായം എന്താണ് പറയാനുള്ളത്? അതും മാത്രമല്ല, ഇതൊക്കെ നമ്മൾ ഇനി മറന്നുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്തി ഈ വേട്ടക്കാരെയും ഇരയെയൊക്കെ ഒന്നിച്ച് ഒരു സ്റ്റേജിലിരുത്തി എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി എന്ന് പറഞ്ഞ് അങ്ങ് കയ്യിൽ പിടിച്ച് വിടാനാണെന്നുണ്ടെങ്കിൽ
പിന്നെ എന്ത് നിയമമാണ്, എന്ത് സാമൂഹ്യ പരിരക്ഷയാണ്, എന്ത് പൊതുപ്രവർത്തനമാണ് ഹാഷ്മി നമ്മളൊക്കെ നടത്തുന്നത്? അതുകൊണ്ട് ഒരു സംശയം വേണ്ട, അരയിൽ കനമുള്ളവനൊക്കെ അരയിൽ കനം വെച്ചിട്ട് നന്മയുള്ള ലോകം പാടിയിരുന്നാൽ മതി. ഇതിനകത്ത് നിയമപരമായ നടപടികളിലേക്ക് പോകണം. ഇതിനി ഏത് ദേവേന്ദ്രനാണെങ്കിലും ഇതിനകത്ത് കുറ്റക്കാർക്കെതിരെ നടപടി വേണം. അതിനുവേണ്ടി യൂത്ത് കോൺഗ്രസ് ഒരു ഭാഗം പിടിക്കാൻ, എല്ലാ ഭാഗവും പിടിക്കാൻ നമുക്കാവില്ല ഹാഷ്മി. കാരണം അഗ്രീവഡ് ആയിട്ടുള്ള ആളുകളും ഇറങ്ങി നിൽക്കേണ്ടതുണ്ട്. ആ അഗ്രീവഡ് ആയിട്ടുള്ള ആളുകൾ ഇറങ്ങി നിന്നാൽ ഒരു സംശയം വേണ്ട, അവർ നേരിടുന്ന ഏത് കോൺസിക്വൻസസിനും യൂത്ത് കോൺഗ്രസ് ആ കോൺസിക്വൻസസിനെ മറികടക്കാനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ അത് ചെയ്തോളാം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു.